ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പോകുന്നത് ഉണക്കമുന്തിരിയാണ് കേട്ടോ. അപ്പോൾ സീസൺ ടൈമിലൊക്കെ നല്ല വില കുറവിലൊക്കെ മുന്തിരിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഇതൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കാം. ഉണക്കമുന്തിരി ദിവസവും കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കേട്ടോ. വെറുതെ കഴിക്കണക്കായി നല്ലത് തലേദിവസം തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് മുന്തിരിയൊക്കെ എടുത്തിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉണക്കമുന്തിരി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 10 മിനിറ്റോളം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കാം കേട്ടോ. ഈ ഒരു മുന്തിരി ഞാൻ നല്ലോണം കഴുകി എടുത്തിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഞാൻ വീണ്ടും ഈ ഒരു മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെക്കുകയാണ്. കീടനാശിനിയൊക്കെ അടിച്ചിട്ടൊക്കെ വരുന്ന മുന്തിരിയൊക്കെ ആവും. അപ്പോൾ അതിലത്തെ ആ ഒരു വിഷാംശമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോഴും ഇതുപോലെ ചെയ്യണത് വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരമായിട്ട് കുറച്ച് നേരം ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാലും മതി. 10 മിനിറ്റോളം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മുന്തിരി നമുക്കിനി ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ഇഡലി പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു തട്ടൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു പാത്രത്തിൽ വെള്ളം നല്ലോണം തന്നെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ ഒരു തട്ടിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു മുന്തിരി പകുതിയോളം ഒന്ന് ഇട്ട് കൊടുക്കാം. പകുതി മുന്തിരിയോളം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിത് ഇഡലിയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കണ ആ ഒരു തട്ടുണ്ടല്ലോ, അതിലും ഞാൻ കുറച്ച് മുന്തിരിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മാത്രം ഇതൊന്ന് ആവി കയറ്റിയിട്ട് വേവിച്ചിട്ടെടുക്കാം. ഒരുപാട് നേരം നമ്മളിത് വേവിച്ചിട്ടെടുക്കരുത്. അങ്ങനെ ആവുമ്പോൾ ഈ ഒരു മുന്തിരിയൊക്കെ ആകെ അങ്ങനെ പൊട്ടിയിട്ടൊക്കെ പോകും കേട്ടോ. അങ്ങനെ പൊട്ടി പോകാനായിട്ട് പാടില്ല. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുറന്നൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മുന്തിരിയുടെ കളറൊക്കെ മാറിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു മഞ്ഞ കളറിലായി കിട്ടും. ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. ഇപ്പോൾ മുന്തിരി ഇവിടെ നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ നല്ലോണം തന്നെ മാറിയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു കോട്ടൻ്റെ തുണിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ അടിയിൽ വലിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മുന്തിരി എല്ലാം കൂടെ ഒന്ന് പരത്തിയിട്ട് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇരിക്കണ പോലെ ഇട്ട് കൊടുക്കരുത്. എല്ലാം തന്നെ ആയിട്ട് കിടക്കണ പോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നാലാണിത് പെട്ടെന്ന് തന്നെ ഒന്ന് ഉണങ്ങിയിട്ടൊക്കെ വരുള്ളൂ. ഇതുപോലെല്ലാം പരത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വെയിലത്ത് വെച്ചിട്ടൊക്കെ ഒന്ന് ഉണക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം ഉണക്കിയെടുത്തപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് ഞാനൊന്ന് കവർ ചെയ്തിട്ടൊക്കെ കൊടുക്കട്ടെ. ഒരു കനം കുറഞ്ഞിട്ടുള്ളൊരു തുണി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ഒരു പരന്നൊരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ കമത്തി കൊടുത്തിട്ട് ഇത് നമുക്ക് വീട്ടിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും വെയിൽ കൊള്ളിച്ചിട്ട് എടുക്കുക. അങ്ങനെ ഒരു 4-5 ദിവസത്തോളം വെയിലത്തൊക്കെ വെച്ചിട്ട് ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഉണക്കമുന്തിരി ഈ ഒരു പരുവത്തിൽ ആയി കിട്ടും. ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ ഉണക്കിയെടുത്തിട്ടുണ്ട്. നമ്മളിത് ഉണക്കണക്കായി മുന്നായിട്ട് ഈ ഒരു മുന്തിരി 1/2 കിലോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞാൽ അത്രയും വെയിറ്റ് കിട്ടില്ല കേട്ടോ. അതിനേക്കായി നല്ലോണം വെയിറ്റ് കുറഞ്ഞിട്ടാണ് കിട്ടുക. അപ്പോൾ കുറേ മുന്തിരിയൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാനിത് കുറച്ച് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശരിക്കും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേപോലുള്ള ഉണക്കമുന്തിരി തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്